നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ മുന്നിൽ ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നാളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വന്ദ മെട്രോപൊളിറ്റനോയിലിട്ട് പരാജയപ്പെടുത്തണം. വെറുതെ പരാജയപ്പെടുത്തിയാൽ പോരാ, 3 ഗോൾ മാർജിനിൽ പരാജയപ്പെടുത്തണം. അതാണ് പ്രശ്നം. ആദ്യ പാദം 2-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു പോയിരിക്കുന്നത്. ആ കടം ആദ്യം വീട്ടണം, എന്നിട്ട് പിന്നെ വിജയിക്കുകയും വേണം. ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കോച്ച് അൻസി ഫ്ലിക്കും അതുപോലെ താരങ്ങളുമൊക്കെ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അൻസി ഫ്ലിക്ക് കഴിഞ്ഞ ലലീഗയിലെ എസ്പാനിയോളിനെതിരെയുള്ള കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ചൊവ്വാഴ്ച, അതായത് നാളെ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ഒരു മിറക്കിളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നന്നായി കളിച്ചാൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന്. ആത്മവിശ്വാസം അതിൻ്റെ പാരമ്യതയിലാണ് എന്നർത്ഥം. എന്നാൽ മെട്രോപൊളിറ്റനോയിലാണ് കളി. സിമയോണിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ച്. അദ്ദേഹം ഗോൾ വല അടക്കാൻ വേണ്ടി ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ വിജയിച്ച് കയറുക എന്നുള്ളത് ബാഴ്സയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബാഴ്സ ഇപ്പോൾ ആ മത്സരത്തിനായിട്ടുള്ളവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ബെർണാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് ബെർണാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ആ കൂട്ടത്തിൽ തന്നെ ബാഴ്സലോണ പറയുന്നുണ്ട് മെഡിക്കൽ ക്ലിയറൻസ് വെയിറ്റ് ചെയ്യുകയാണ്. മെഡിക്കൽ ക്ലിയറൻസ് കിട്ടുകയാണെങ്കിലാണ് അദ്ദേഹം കളിക്കുകയുള്ളൂ. ഏതായാലും ബാഴ്സ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ്. സ്ക്വാഡിലുള്ളത് ജോൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവരാണ്. ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ഡിഫൻസിൽ കൺസേലോ, ബാൽഡെ, റൊണാൾഡോ റൗഹോ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക് കോർട്ടസ്, അതുപോലെ ചാവി എസ്പാർട്ട് എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് ഗവി, പെഡ്രി, ഫെർമിൻ, കെസാഡോ, ഒൽമോ, ഫ്രങ്കി ഡിയോങ്, ബെർണാൽ, ടോമി എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ ഫെറാന്, ലെവൻഡോസ്കി, ലാമിന് യമാൽ, റാഷ്ഫോർഡ്, റൂണി. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. തീർച്ചയായിട്ടും ഇതിൽ ഫസ്റ്റ് ലെവലിൽ ആരൊക്കെ ഇറക്കണം എന്ന കാര്യത്തിൽ ഫ്ലിക്കിന് ഇനിയും കുറച്ച് സംശയങ്ങളുണ്ട്. ഒന്ന്, ഫെറാൻ ടോറസിനെയാണോ റോബർട്ട് ലെവൻഡോസ്കിയാണോ സ്ട്രൈക്കറായിട്ട് ഇറക്കേണ്ടത്? ഗോൾ നിർബന്ധമാണ്. സോ ഫെറാൻ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ഫോം അത്ര മികച്ചതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഫ്രങ്കി ഡിയോങ് പരിക്ക് മാറി മടങ്ങി എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണോ എന്നതാണ് രണ്ടാമത്തെ അദ്ദേഹത്തെ അലട്ടുന്ന ചോദ്യം. പിന്നെ റാഷ്ഫോർഡിനെ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിപ്പിക്കണോ, അല്ലെങ്കിൽ 4 മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് ഇറങ്ങണോ എന്നുള്ള സംശയമുണ്ട്. അറൗഹോ അല്ലെങ്കിൽ എറിക് ഗാർഷ്യ, ഇതിൽ ആരെ ഈ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കണം? കുബാർസി റെഡ് കാർഡ്, വിത്ത് കുബാർസിസ് റെഡ് കാർഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരുന്നുണ്ട്. ഡാനി ഓൾമോ അല്ലെങ്കിൽ ഫെർമിൻ ലോപ്പസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഇതിലാരെ കളിപ്പിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളത്തോടു കൂടി അക്കാര്യത്തിലൊരു വ്യക്തത വരും, എങ്ങനെയായിരിക്കും അവരുടെ പ്ലേയിങ് 11 എന്നുള്ളത്. നാളെ മത്സരത്തിൻ്റെ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഇപ്പോൾ ബാഴ്സ ഈ കളിക്കായിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.